ഹലോ, അതെ അങ്കിളാ. വിവരങ്ങളൊക്കെ അറിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. അങ്കിൾ, മോള് കരയാതിരിക്കൂ. നന്ദോട് വരുന്നുണ്ട്. അച്ഛനാവാൻ പോവല്ലേ, ലേശം കഴിച്ചിട്ടുണ്ട്. മോള് വഴക്കൊന്നും പറയണ്ട. ഇല്ല. അയ്യേ, മോള് ധൈര്യമായിട്ടിരിക്കേ. അങ്കിളല്ലേ പറയണേ, ഒക്കെ ശരിയാവും. ഓക്കെ. കുടിച്ചൂല്ലേ? ആ കുടിച്ചു. വരൂ. ഞാൻ എന്തിനാ കുടിച്ചെന്ന് നീ എന്താ ചോദിക്കാത്തത്? എന്തിനായാലും എന്താ, നന്ദേട്ടന് ഇഷ്ടമായിട്ടല്ലേ? നന്ദേട്ടന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. ഓ, നീ ഇനിയൊന്ന് വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ എന്നോടൊന്ന് പിണങ്ങ്. എന്തിനാ പിണങ്ങണേ? എനിക്ക് ബോധ്യായി, മണിക്കൂറും മിനിറ്റും കണക്ക് കൂട്ടി അളന്നു തൂക്കി ജീവിക്കണത് ഒരു ജീവിതമല്ല. ഇത്തിരി ഉഴപ്പും മടിയും കുസൃതിയൊക്കെ കൂടുമ്പോഴേ ജീവിതത്തിനൊരു രസമുള്ളൂ. നന്ദേട്ടന് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിച്ചോളൂ, പക്ഷെ കുടിച്ചിട്ടിങ്ങനെ വണ്ടി ഓടിക്കണ്ടായിരുന്നു. അയ്യോ എന്റെ ഇന്ദൂട്ടി, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഇനി ഒന്നും പറയണ്ട. ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെ സംസാരിക്കുന്നേ. അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? വാ. എന്റെ ഈശ്വര, ഞാൻ ഇനി ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? എന്റെ ഇന്ദൂട്ടി, എനിക്ക് ഒരേ അസുഖവും ഇല്ല. ഉണ്ടെന്ന് ആര് പറഞ്ഞു? പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആകെ മാറി. ലൈഫ് എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. നിന്റെ മനസ്സിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു വിഷമമില്ല. നന്ദേട്ടൻ വിഷമിക്കാണ്ടിരുന്നാ മതി. ഓ എന്റെ ഇന്ദൂട്ടി, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ടോ? ഇനിയെങ്കിലും ഒരു സത്യം ഞാൻ വെട്ടി തുറന്ന് പറയാം. എനിക്ക് യാതൊരു അസുഖവും. കീപ് ക്വൈറ്റ്. അത്താഴവും കഴിച്ച് എന്റെ കുട്ടി സുഖമായി കിടന്നുറങ്ങണം. അയ്യോ, എന്ത് പറ്റി? തേങ്ങ കൊല. എന്റെ പഠിപ്പ് നിന്നതിലല്ല, നന്ദു സാറിന് ഈ സ്ഥിതി വന്നല്ലോ എന്ന് ഓർത്താ എനിക്ക് വിഷമം. തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. വെറുതെ ഒരു വാശിയുടെ പേരിൽ ചെയ്ത കുസൃതികളാ ഇതെല്ലാം. അസുഖാണെന്ന് അറിഞ്ഞിട്ടും നന്ദു സാറിനൊന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. കഴിഞ്ഞെല്ലാം മറക്കണം. ഗംഗ കോളേജിലേക്ക് വരണം. ഇല്ല, ചേട്ടന്മാര് സമ്മതിക്കില്ല. ഞങ്ങൾ അവരോട് സംസാരിക്കാം. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ മാത്രമുള്ള അസുഖമൊന്നും എനിക്കില്ല ഫാദർ. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, വീഴ്ചയുടെ ക്ഷീണം പൂർണ്ണമായിട്ടൊന്ന് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അതൊക്കെ എന്നേ മാറി. എന്റെ പൊന്നി ടീച്ചറെ, ഞങ്ങൾ ബേളം ഉണ്ടാക്കാൻ വന്നൊന്നുമല്ല. ഇവളുമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വന്ന. സാറല്ലേ ഇവിടെ? അകത്തുണ്ട്, വരൂ. പേടിക്കണ്ട, തല്ലുണ്ടാക്കാൻ വന്നൊന്നുമല്ല. സാറിനെ ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു. ഇതിന്റെ പിന്നിൽ വേറെ കള്ളക്കളിക്കാരുണ്ടെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. ഞങ്ങളോട് ക്ഷമിക്കണം. ഇന്ദു ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു പോയി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കള്ളഫോൺ ചെയ്ത് എല്ലാരെയും തെറ്റിദ്ധരിപ്പിച്ചത് ഞങ്ങളാ. ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാ. പക്ഷേ ഇപ്പോ രണ്ടാളും ഞങ്ങൾക്ക് മാപ്പ് തരണം. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയില്ലോ. ഈ ശാസിക്കുകയും ഗുണദോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. പാറേപ്പറമാര് തെമ്മാടികളാ, പക്ഷേ തെറ്റ് പറ്റിയെന്നറിഞ്ഞ മാപ്പ് ചോദിക്കാനോട്ട് മടിക്കാറില്ല. വിവരങ്ങൾ അറിഞ്ഞപ്പോ 3 എണ്ണത്തിനെ കൊണ്ടെങ്കിൽ പോന്നാ. നേരിട്ട് വന്നത് പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് വന്നാ. സാറ് ക്ഷമിക്കണം. വരട്ടെ. സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എപ്പോഴും നല്ലതാ. ചെല്ല് ചെല്ല്. ആ വേഗം വേഗം. ആ നടക്ക്, വാ. തലവേദനയുണ്ടോ? ഒന്നുമില്ല എന്റെ എന്തുട്ടി, നീ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്.
ആർക്കും പറ്റാം, മനുഷ്യരല്ലേ. പക്ഷെ അത് തിരുത്താനുള്ള മനസ്സുണ്ടാവുന്നത് വലിയ കാര്യമാണ്. പ്രാർത്ഥിക്കാന്ന് അവര് പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. നന്ദേട്ടന്റെ അസുഖത്തെ കുറിച്ച് അവരെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ. അല്ല, നന്ദുവിന്റെ കാര്യം ഇനിയും ഡാഡി അറിയിക്കാൻ ടീച്ചർ വെച്ച് താമസിപ്പിക്കുന്നത് ശരിയാണോ? ഡോക്ടർ മേനോ മോശക്കാരനൊന്നുമല്ല. എങ്കിലും അമേരിക്കയിൽ കൊണ്ടുപോയി വിശദമായൊരു ചെക്കപ്പ് നടത്തിയ ചിലപ്പോ. ആ, കുറച്ചു ദിവസമായി ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുക. എങ്കിൽ പിന്നെ എന്തിനാ ഇനിയും വെച്ച് താമസിപ്പിക്കുന്നേ? വിവരങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞ് അമേരിക്കയിലേക്ക് ഒരു കത്തയച്ചുകൂടെ? ഇല്ലെങ്കിൽ ഫോണിൽ വിളിച്ചു പറഞ്ഞാലും മതി. ഫാദർ, God bless you. My God, what a sudden surprise. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇന്നലെ ധാരാ വന്നിരിക്കുന്നു നോക്കിയേ. ഡാഡി വരുന്ന ഇവരൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടായിരുന്നോ? എന്താ ഡാഡി ഇത്? എന്തായി കാണിക്കുന്നത്? നന്ദേട്ടന്റെ മുമ്പിലാണോ ഇതൊക്കെ? എന്തിനാ അമ്മാവൻ കരയുന്നത്? അത് പിന്നെ പെട്ടെന്ന് നന്ദേട്ടനെ കണ്ടപ്പോ സന്തോഷം വന്നു. സന്തോഷം. നിനക്ക് സുഖം തന്നെ ഇല്ലേ നന്ദു? നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇന്ദ്രയ്ക്ക് ഒരു അസുഖമില്ല. ഡാഡി, ഡാഡി വന്നേ, വാ. ഒരു രോഗിയാണെന്നുള്ള വിവരം നന്ദേട്ടനെ അറിയിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നന്ദേട്ടനോട് പറയണ്ട, ഒരിക്കലും പറയണ്ട. പറഞ്ഞ അവൻ എന്നെ പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലേ? മതി, ഇവിടുത്തെ ചികിത്സ ഒക്കെ മതി. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടുന്ന് നന്ദുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം വാങ്ങിക്കണം. പിന്നെ എക്സ്റേ റിസൾട്ട് ഉണ്ടെങ്കിൽ അതും. മോളെ, നീ എന്നെ പോലെ കൺട്രോൾ ചെയ്യ്. ആരാ അവനെ ചികിത്സിക്കുന്ന ഡോക്ടർ? വേറെ ആരുമല്ല, അമ്മാവനാ. ആര്? നിന്റെ അമ്മാവനോ? എന്റെ അളിയനോ? എന്റെ ദൈവമേ, അവൻ ഡോക്ടറാണെന്ന് ആരാ പറഞ്ഞത്? അവൻ എങ്ങനെയാ ഡോക്ടറായത്? ആരാ അവനെ ഡോക്ടറാക്കിയത്? ഈ ഞാൻ അമേരിക്കൻ ഡോളർ എണ്ണിക്കൊടുത്താണ് ഞാൻ അവനെ ഡോക്ടറാക്കിയത്. മെഡിക്കൽ കോളേജിൽ നിന്നല്ല, മെഡിക്കൽ കോളേജിൽ നിന്ന്. അവനെ കൊണ്ടാണോ ഇത്രയും പേരും പെരുമയുള്ള രോഗത്തിനൊക്കെ ചികിത്സിക്കുന്നത്? അത് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു നന്ദേട്ടന്. അപ്പോഴൊക്കെ അമ്മാവനാ മരുന്ന് കൊടുത്തിരുന്നത്. മനസ്സിലായി, എനിക്ക് കംപ്ലീറ്റ് മനസ്സിലായി. അവൻ മരുന്ന് മാറിക്കൊടുത്താണ് നിന്റെ ഭർത്താവിനെ മഹാരോഗിയാക്കി മാറ്റിയത്. ഇത് ഞാൻ സഹിക്കില്ല, ഒരിക്കലും സഹിക്കില്ല. കൊല്ലും ഞാൻ അവനെ, ജീവനോടെ കൊല്ലും. അതുവരെ നീ കൺട്രോൾ ചെയ്യും. ഹലോ, ഡോക്ടർ മേനോൻ ഹിയർ. അങ്കിളെ, തോക്ക് തോക്ക്. ആര്? ഞാനോ? എനിക്ക് തോക്കാൻ മനസ്സില്ല. നീ വേണി തോക്ക്. അയ്യോ അല്ലെങ്കിലേ, അമ്മാവൻ തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഏതമ്മാവൻ? അമേരിക്കയിലുള്ള ഇന്ദിരയുടെ അച്ഛൻ. ഇങ്ങോട്ടോ? എന്തിന്? കൊല്ലാൻ. മതകുട്ടി, അളിയനെത്തിണ്ട് അമേരിക്കന്ന്. വരട്ടെ. എന്തിനാ ഇങ്ങോട്ട് ഓടി വന്ന? അളിയൻ ഇവിടെ ഒന്നില്ലല്ലോ. അങ്ങോട്ടെങ്ങനെ ഓടും? അവിടെ തോക്കുമായിട്ട് നിൽക്കല്ലേ? തോക്കോ? ഫോറിൻ തോക്കാണോ? എങ്കിൽ വെടിപൊട്ടും, ഷുവർ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. മാധവൻകുട്ടി എന്റെ കൂടെ വരണം. ഞാനോ? സോറി, എന്റെ മനഃശാസ്ത്ര സമീപനം അമേരിക്കയിൽ നിന്ന് വന്ന ഒരുത്തന്റെ മുമ്പിൽ ചാമ്പലാക്കി കളയാൻ ഞാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ വരുന്ന പ്രശ്നമില്ലെന്ന്. ഇല്ലാത്ത കള്ളത്തരങ്ങൾ മുഴുവൻ പറയിപ്പിച്ച് നീ മുങ്ങാനാണോ ഭാവം? കള്ളനോ? കയ്യെന്ന് വിട്. വരുമെന്ന് പറയാതെ വിടുന്ന പ്രശ്നമില്ല. വരാൻ ഡോക്ടറെ. മതകുട്ടി, എന്നെ ഓടിക്കല്ലേ, എനിക്ക് പ്രഷറുണ്ട്. എന്ത് പ്രഷർ ഉണ്ടായാലും ഞാൻ കൂടെ വരുന്ന പ്രശ്നമില്ല. നീ വന്നുള്ള സത്യം പറഞ്ഞാൽ മതി. അമേരിക്കൻ മലയാളികളുടെ തല്ലുകൊള്ളാൻ എന്നെ കിട്ടില്ല. നിന്നെ കൂടി ഞാൻ പറയിപ്പിക്കും. കള്ള
കള്ളം തന്റെ അയ്യോ നല്ല പ്രഷർ. എന്റെ ദൈവമേ, അടി വരുമ്പോ കൂട്ടത്തോടെയാണല്ലോ ഇവിടെ ഇയാള് അവിടെ അവര് ഒന്ന് നിന്നേ സാറേ. സാറേ ഒന്ന് നിക്ക് സാറേ. സാറേ ഈ സമ്മാനം തരാനാ. കൊണ്ട് കൊടുത്താൽ മതി. എന്റെ പിന്നാലെ കൊടുത്തപ്പോ പിന്നല്ലാണ്ട് വേറെ സാറേ ഒന്ന് നിന്നേ. അതെ പറഞ്ഞു ബ്രേക്ക് പിടിക്കണം. ആൺകുട്ടിയുടെ എന്തിനാ ഓടണേ? തടിക്ക് കോട്ടം തട്ടാതിരിക്കാൻ ഓട്ടം നല്ലതാ. അത് ശരി. ഡോക്ടർ സാറിനെ കണ്ടോ? ഇല്ലല്ലോ. അങ്ങോട്ട് വരുന്നു പറഞ്ഞാണല്ലോ പോന്നത്. എന്ത് പുല്ല്? അമേരിക്കയിലെ സാറും നന്ദു സാറും ഇന്ദു സാറും വരുന്നുണ്ട്. എവിടെ? എന്റെ പുറകെ. ഞാൻ അവർക്ക് എസ്കോർട്ടായിട്ട് പോകുന്നതാ. കൊണ്ടുകൊടുക്കാമെന്ന് കരുതി ഉപ്പാപ്പന്റെ വീട്ടിൽ ചെന്നപ്പോ ഉപ്പാപ്പൻ പായ കൊടുത്ത് നിൽക്കുന്ന പറഞ്ഞ പോലെ ആയല്ലോ ഇത് ആരോഗ്യം. അതെ ഡോക്ടർ സാർ. അയ്യോ അയ്യോ എന്റെ സൈക്കിള്. അങ്കിളേ ഒന്ന് നിന്നേ. നന്ദേട്ടാ നന്ദേട്ടാ ഓടലേ തല ഇറങ്ങും. മോളെ ഓടല്ലേ, വയറുകുലുങ്ങും, കടിഞ്ഞൂല്. അമ്മാവോ ഓടല്ലേ, നിക്ക്. ഓടിയാൽ അവർ വെടിവെച്ച് വീഴ്ത്തും. അമേരിക്കയിലുള്ള ഹിന്ദുവിന്റെ അച്ഛൻ തോക്കുമായിട്ട് വന്നിരിക്കുക. അമ്മാവ പറയുന്നത് കേക്ക്. നന്ദേട്ടാ ഓടല്ലേ. മോളെ ഓടല്ലേ മോളെ. സാറേ ഒന്ന് നിക്ക് സാറേ. സാറേ നിക്കാൻ. ഒന്ന് നിക്ക് സാറേ. എന്റെ സൈക്കിള് തായോ. അയ്യോ എന്റെ സൈക്കിള് തന്നേച്ചു പോലെ. അമ്മാവ നിക്ക്. എന്താ അറിയോ പറയുമ്പോ നന്ദേട്ടാ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല ഈശ്വര. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അയ്യോ അത് വാടകയ്ക്ക് എടുത്തതാണ്. ബൈസിക്കിള് തന്നെ. എന്റെ ബൈസിക്കിള്. സൈക്കിള് തായോ. സൈക്കിള്. എടാ കള്ളാ. നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരു കള്ളനോ? വണ്ടി ഇരിക്കണം. സൈക്കിള് തന്നേച്ചു പോലെ. മാധവൻ കുട്ടിച്ചേട്ടാ. അയ്യോ എന്റെ ബൈസിക്കിള്. വണ്ടി കുറച്ചുകൂടെ സ്പീഡ് വിടടാ. വണ്ടി. ഇടിച്ചിരുന്ന അവനെ. പാറേപ്പറന്മാർക്ക് തെറ്റുപറ്റിയാൽ മാപ്പ് പറയാൻ ഒരിക്കലും മടിക്കാറില്ല. മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ ഏപ്പ് തിരിച്ചു കളഞ്ഞില്ലേ? ഇടുപ്പിന് താഴോട്ട് ഞാൻ മറന്നു. ഇവരൊരു സമ്മാനം തരാൻ ആ പുറകെ ഓടിയത്. എന്റെ കയ്യിലിരിപ്പിന് ഇതിൽ കൂടുതലൊരു സമ്മാനം എനിക്കിനി കിട്ടാനില്ല. എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവീൻ. ആമേൻ. പോടാ. ആമേൻ പറയാറായിട്ടില്ല. അതിനു മുമ്പ് തൊഴുകൈകളോടെ എനിക്കൊരു സത്യം കൂടി തുറന്നു പറയാനുണ്ട്. എനിക്ക് തൊഴാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി എന്റെ ആരോഗ്യം തൊഴും. തൊഴടാ. തൊഴു. തല തകർന്നതാണ്. മരണം കാത്തു കിടക്കുന്ന ഒരാളുടെ അവസാന മൊഴി എന്ന നിലയ്ക്ക് ഇന്ദിരയുടെ ഒരു അപേക്ഷയുണ്ട്. ഞാൻ പറയുന്ന സത്യങ്ങൾ കേട്ട് എടുത്തു ചാടി അവിവേകമൊന്നും കാണിക്കരുത്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കുറ്റത്തിന് നന്ദുവിനെ വേർപിരിഞ്ഞ് ഇന്ദു പോയപ്പോ നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി എന്റെ തലയിൽ ഉദിച്ച മനഃശാസ്ത്ര സമീപനമാണ് ബ്രെയിൻ ഓഫ് റെഞ്ചീനിയ വോക്ടോപിക്ക. ഇങ്ങനെ ഒരു രോഗം ഈ ഭൂമിയിലെന്നല്ല
ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് പോലെ എനിക്കറിയില്ല. അയ്യോ, നന്ദുവിന് യാതൊരു അസുഖവുമില്ല. ഇതാണ് സത്യം. മേനോൻ സാറ് പാവമാണ്. ഈ കുറ്റത്തിൽ വെറും ഒരു മാപ്പ് സാക്ഷി മാത്രം. എന്തുട്ടി, നിന്നെ വീണ്ടും വിഡ്ഢിയാക്കിന്നറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം തുറന്നു പറയാൻ ഒരുങ്ങിയപ്പോഴൊന്നും നീയോട്ട് സമ്മതിച്ചുമില്ല. എന്തുട്ടി, കരയരുത് പ്ലീസ്. എനിക്ക് സന്തോഷമായി. ഇനി മനസ്സുഖത്തോടെ മരിക്കാം. എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് സാറിന്റെ മനഃശാസ്ത്ര സമീപനത്തെ കുറിച്ചുള്ള സത്യം ഇനി എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൂടെ? പിന്നെ ഓക്കേ.